ഹലോ, ഇന്ന് ഷെയർ ചെയ്യണത് ഒരു നൈറ്റ് ടൈം റൂട്ടീനാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആവാനും പിറ്റേ ദിവസത്തെ കുക്കിങ്ങൊക്കെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്ന കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാത്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതന്നെയാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പുറത്തെടുത്തിട്ടുള്ളത് ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള കറിയാണ്. അത് കുറച്ച് ബാലൻസ് ഉള്ളതും കൂടെ രാത്രിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ പാത്രം കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ഓരോ പാത്രങ്ങളും കഴുകിയിട്ടുണ്ട്. ബാക്കി എനിക്ക് വേറെ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടായിട്ടില്ല. ഇപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് കഴുകാനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ളത്. ഭയങ്കര മടിയാണ്, ക്ഷീണമാണ്, വയ്യാന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കാര്യങ്ങളാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, ഓവറായിട്ട് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളും ആ ഒരു ടൈമിൽ തോന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റുമല്ലോ. കിച്ചണിൽ യൂസ് ചെയ്ത ഡ്രസ്സ് എന്തായാലും കിച്ചൺ അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും മാറ്റേണ്ടതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് വെള്ളം കുടിക്കാനായിട്ട്, ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഭക്ഷണം കഴിച്ച ഉടനെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഞാനായാലും ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇനിയിപ്പോൾ ഒന്നിനും വയ്യ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ ഞാൻ ആ സമയത്ത് വെള്ളം കുടിക്കാറില്ല. അത് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഞാൻ പിന്നെ വെള്ളം കുടിക്കാനിരിക്കൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വേസ്റ്റൊക്കെ ഇതാക്കിയിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വേസ്റ്റ് ബിന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റൗവാണ്. സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ സ്റ്റൗവിൽ ആ ഒരു സ്റ്റീലിൻ്റെ റിങ് ഡബിളാണ്. അപ്പോൾ ആ ഒരു മുകളിലുള്ള റിങ് എപ്പോഴും വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ഞാനതെടുത്ത് കഴുകി വെച്ചിട്ട് പിന്നെ രാവിലെയാണ് എടുത്ത് വെക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ DIY ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് സാധാരണ ക്ലീൻ ചെയ്യൽ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റൗവിൻ്റെ മേലുള്ള സ്റ്റെയിനൊക്കെ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലെയിൻ വാട്ടർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് പിന്നെ പ്ലെയിൻ വാട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് അറിയുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അതെനിക്ക് ചെയ്തെടുത്തിട്ട് വേണം, വിനെഗറൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ വേറൊരു വീഡിയോ കൂടി അത് ചെയ്തൊരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. നല്ല എഫക്റ്റീവ് സൊല്യൂഷനാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ അടിഭാഗവും പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ ഏരിയ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കണം. ഇതിപ്പോൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് കിച്ചണിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കിച്ചണ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ദിവസം നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴും നമ്മുടെ കിച്ചൺ ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കല്ലേ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊരു 5 മിനിറ്റ് മതി ക്ലീനിങ്ങിനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് ക്ലീനിങ്ങിന്, പിന്നെ ഒരു 5 മിനിറ്റ് പിറ്റേ ദിവസം എന്താണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, ഉച്ചയ്ക്കും കൂടെ ഉച്ചഭക്ഷണം എന്താണെന്നുള്ളതും കൂടെ ആ ഒരു ടൈമിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഫ്രീ ആവാനും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനൊക്കെ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സിങ്ക് മാത്രമാണ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സിങ്കും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നും ക്ലീൻ ചെയ്യുന്നത് സെപ്പറേറ്റ് സ്ക്രബ്ബർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ക്രബ്ബർ സെപ്പറേറ്റ് തന്നെ യൂസ് ചെയ്യാനും സൂക്ഷിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എൻ്റെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു 5-6 മിനിറ്റ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്ലീനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഹാർഡായിട്ടൊന്നും ചെയ്യുന്നില്ല. ഡെയിലി ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അധികം സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട ക്ലീനിങ് ഒന്നും വരാറില്ല ഇതിൽ. അപ്പോൾ ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം നല്ല പോസിറ്റീവായിട്ട് കിച്ചണിലേക്ക് വരാനും ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. നല്ല ഒരു ഡിഫറൻസ് തന്നെ നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് ബദാമാണ് നനച്ചേക്കുന്നത്. ഇതിപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്യലുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഞാൻ മറന്നൊക്കെ പോവും. അപ്പോൾ ഇപ്പോൾ മോളുടെ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് വെച്ച് കുറച്ച് ദിവസമായി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്നത് നമുക്ക് കുടിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് മറക്കാണ്ട് തന്നെ എടുത്ത് വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മളൊക്കെ പോയി കിടന്നതിന് ശേഷമായിരിക്കും മക്കളോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് വെള്ളം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർക്ക് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള വെള്ളം ബോട്ടിലാക്കിയിട്ടോ ഇതുപോലെ ജഗ്ഗിൽ ഒഴിച്ചിട്ടോ ഒന്ന് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അപ്ലയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു കെറ്റിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഒരു ടൈം കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. രാവിലെ എണീറ്റൊന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ അതിന് നൂൽപുട്ട് ഞാൻ പൊടി വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഈ ഒരു പൊടി ഞാനെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു അച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ രാവിലെ എടുത്ത് വെച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ വരുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒന്നും കൂടെ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ദോശക്കൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നിസ്കാരമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രഷായിട്ട് ഞാനത് എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മോളുടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അവൾ ഒറ്റയ്ക്കൊക്കെയാണ് പഠിക്കൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് അവൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. പിന്നെ എക്സാമിനുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നൈറ്റ് റൂട്ടീൻ്റെ വീഡിയോ തന്നെയാണ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.